വരുമാനം പൂർണ്ണമായി കാണിക്കാതിരിക്കുക, ടാക്സ് പൂർണ്ണമായും അടയ്ക്കാതിരിക്കുക, ITR 1, 2, 3, 4 അത് ചെയ്യേണ്ടവ തിരിഞ്ഞു പോവുക, അതായത് 2 ചെയ്യേണ്ടവർ 1 ചെയ്യുക, 3 ചെയ്യേണ്ടവർ 2 ചെയ്യുക, അങ്ങനെ പല കാരണങ്ങളാലും പിഴവ് പറ്റുകയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമ്മളുടെ മെയിലിൽ ഇപ്രകാരം ഒരു ഡിഫക്റ്റീവ് റിട്ടേൺ നോട്ടീസ് നമ്മൾക്ക് വരാം. അതപ്രകാരമാണ് പരിഹരിക്കുന്നതെന്നാണ്, അതിന് മറുപടി എങ്ങനെയാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. ആദ്യമായി അതിനുവേണ്ടി നമ്മൾ ലോഗിൻ ചെയ്ത് കയറുക നമ്മളുടെ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ച്. തുടർന്ന് ഈ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ഡൗൺലോഡ് പ്രീഫിൽഡ് ഡേറ്റ, അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഏതാണോ പിഴവ് പറ്റിയ ആ കൊടുത്ത റിട്ടേൺ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ടുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിലാണ് നമുക്ക് തെറ്റ് തിരുത്തേണ്ടത്. നമ്മളിപ്പോൾ 2024-25 തെറ്റ് പറ്റിയതെങ്കിൽ 2024-25 ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഉദാഹരണം ഇവിടെ പറയുന്നതും 2024-25 അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒരു JSON ഫയലാണ്. അത് ഓപ്പൺ ആക്കുവാൻ ഒരു യൂട്ടിലിറ്റിയുടെ ആവശ്യമുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുന്ന പ്രകാരമാണെന്നും തുടർന്ന് പറയാം. ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് ആദ്യം വെക്കുക. വീണ്ടും ലോഗൗട്ട് ചെയ്ത് പുറത്തിറങ്ങുക. ഹോം പേജിൽ തന്നെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ യൂട്ടിലിറ്റികൾ, കോമൺ ഓഫ്ലൈൻ യൂട്ടിലിറ്റി, അതിലാദ്യം കിടക്കുന്ന യൂട്ടിലിറ്റി തന്നെ, ഫസ്റ്റ് യൂട്ടിലിറ്റി എന്നുള്ളത് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഒരു സിപ്പ് ഫയലാണ് ലഭിക്കുന്നത്. അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇപ്രകാരം ഒരു ഫയൽ ലഭിക്കും. അതിൽ ITD ഈ ഫയലിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കി ഡെസ്ക്ടോപ്പ് യൂട്ടിലിറ്റി ITR 1 to 4 എന്ന് പറയുന്ന ഒരു നമ്മുടെ യൂട്ടിലിറ്റി ഓപ്പണായി വരും. അത് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് ഫയൽ റിട്ടേൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഇമ്പോർട്ട് പ്രീഫിൽഡ് ഡേറ്റ, തൊട്ട് മുൻപ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രീഫിൽഡ് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ നമ്പരും അസസ്മെൻറ്റ് ഇയറിയും കൊടുത്ത് അല്പം മുമ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത പ്രീഫിൽഡ് ഡേറ്റ അറ്റാച്ച് ചെയ്യുക. ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ അവസാനം ചെയ്ത റിട്ടേൺ, തെറ്റായി ഫയൽ ചെയ്ത റിട്ടേണിൻ്റെ അതേ പേജുകൾ ഓപ്പണായി വരും. ഇവിടെ കറക്റ്റായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ITR റിട്ടേൺ ചെയ്ത അതേ പേജുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ നമ്മൾ ആവശ്യമായ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുക. അതായത് വരുമാനം കൂടുതലായി ചേർക്കാനുണ്ടെങ്കിൽ അത് ചേർക്കുക, ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ഓരോ ഘട്ടങ്ങളും ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ ടാക്സ് അടയ്ക്കേണ്ട ഘട്ടം വരുമ്പോൾ ടാക്സ് അടയ്ക്കുക. സാധാ എങ്ങനെയാണോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫയലിംഗ് സെക്ഷൻ അത് മാറ്റി കൊടുക്കുക. ഫയൽഡ് ഇൻ റെസ്പോൺസ് നോട്ടീസ് അണ്ടർ സെക്ഷൻ 139(9) എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു DIN നമ്പരും ഒരു റെസീപ്റ്റ് നമ്പരും അക്നോളജ്മെൻറ്റ് നമ്പരും നമുക്ക് രേഖപ്പെടുത്താനുണ്ട്. അത് നമുക്ക് കിട്ടിയ നോട്ടീസിൽ കാണും. അതും അതിൻ്റെ തീയതിയും ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. തുടർന്ന് ബാക്കിയുള്ള എങ്ങനെയാണോ റിട്ടേൺ നമ്മൾ അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഓരോരോ ഘട്ടങ്ങളും പൂർത്തിയാക്കി വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഘട്ടം വരെ എത്തുക. ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ അടയ്ക്കാൻ പറ്റുമായിരുന്നു. അത് പഴയതുപോലെ തന്നെ റിട്ടേണിൽ എങ്ങനെയാണോ ടാക്സ് അടയ്ക്കുന്നത് അതുപോലെ തന്നെ അടയ്ക്കുക. വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഘട്ടം എത്തുമ്പോൾ പ്രൊസീഡ് ടു ഈ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോകേണ്ട. തുടർന്ന് JSON ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ നമ്മൾക്ക് കിട്ടിയ നോട്ടീസിന് മറുപടിയായി അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എപ്രകാരമെന്ന് നോക്കാം. അതിനായി വീണ്ടും നമ്മൾ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കയറുക. തുടർന്ന് പെൻഡിങ് ആക്ഷൻ, ഈ പ്രൊസീഡിംഗ്, വ്യൂ നോട്ടീസ് ഓർ ഓർഡർ, സബ്മിറ്റ് റെസ്പോൺസ് എടുക്കുക. അതിൽ നമ്മളോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ കാര്യം തെറ്റാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ് ശരി, നമ്മൾ ചെയ്തതായിരുന്നു ശരിയെങ്കിൽ അതിൽ ഡിസഗ്രി കൊടുക്കുക. അതിനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തുക, സബ്മിറ്റ് കൊടുക്കുക. പക്ഷേ
അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. നമ്മൾ ചെയ്ത കാര്യമായിരിക്കും തെറ്റ്. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൽ പിഴവ് കാരണമാണ് നമുക്ക് നോട്ടീസ് കിട്ടിയത്. അതിനാൽ സ്വാഭാവികമായിട്ടും എഗ്രി കൊടുക്കുക. ഓഫ്ലൈൻ യൂട്ടിലിറ്റി സെലക്ട് ചെയ്യുക. സെലക്ട് ITR ടൈപ്പ്. ഇപ്പം നമ്മളിവിടെ ചെയ്തത് ITR 1 ആണ്. അതുകൊണ്ട് ITR 1 സെലക്ട് ചെയ്യുക. അറ്റാച്ച് ഫയൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഏറ്റവും രണ്ടാമത്, അതായത് തെറ്റുകളൊക്കെ തിരുത്തി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ JSON ഫയൽ. അത് അറ്റാച്ച് ചെയ്യുക. ആ ഫയൽ അറ്റാച്ച് ചെയ്ത് റെസ്പോൺസ് കനോട്ട് ബി മോഡിഫൈഡ് ആഫ്റ്റർ സബ്മിഷൻ എന്നുള്ള ടിക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. പ്രോസസ്സ് അവസാനിച്ചു. അപ്പോൾ നമുക്ക് മെയിലിലൊരു നോട്ടീസ്, അതായത് ഇത് ഫയൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ മെയിലിൽ നമുക്ക് റെസ്പോൺസ് കിട്ടും. ഇതോടുകൂടി ഈ പ്രോസസ്സ് അവസാനിക്കുന്നു. ഓക്കെ.